الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم يسر ولا تعسر رب زدنا علما كثيرا. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഫാത്തിഹ നിങ്ങൾ ഗ്രൂപ്പുള്ള ആളുകൾ സാവധാനം പാരായണം ചെയ്തോളൂ. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. ഓക്കെ. അതില് മാ ബി ഖദരി എന്നുണ്ടല്ലോ, മാ അൻ. അതെ, അവിടെ നമ്മൾ ഒന്ന് തൻവീനാണ് അവിടെ, ശേഷം അതെ. ബാവ് വന്നിട്ടുണ്ട്. അവിടെ ഒന്ന് അതെ. ഒന്നെ ചെയ്യാനുണ്ട്. അതെ അതെ, ഒന്ന് തഹജ് ഇതൊന്ന് തഹജ് ചെയ്യൂ. അസ്സമായി എന്ന് മാത്രം, മീന പോട്ടെ. ഓക്കെ ഓക്കെ. അസ്സമായി. ഓക്കെ. ഹംസത്തുൽ വസ്ൽ തസ്കുത്ത് വസ്ലൻ നബ്ദഉ ബിഹ അ. ലാം ശംസിയ മുദ്അമ അല മുദ്അമ ഫി സീൻ. في السين مشددة بالفتح. في الشين المفتوحة شد തൽക്കാലം അവിടെ പറയണ്ട. بالسين المفتوحة. بالسين المفتوحة. اوكي. أس ميم فتحة ألف مد طبيعي حركتان. طبيعي ആണോ അത്? അല്ല, സോറി. ഓക്കെ. ميم فتحة مد متصل مد متصل خمسة أو ستة حركات. ميم فتحة ألف مد متصل واجب. خمسة أو أربعة أو ستة. 4 أو 5 حركات. 4 أو 5. أوكي. 4 أو 5 حركات. همزة كسرائي. همزة كسرائي. السماء من السماء. ഓക്കെ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ അവിടെ മുത്തസിൽ പറയുന്നതിൽ? ഇല്ല, അവിടെ ഞാനത് മുദ്ദസ്സിൽ എന്നുള്ളത് വിട്ടുപോയതാണ്. ഞാൻ മദ്ദത്തുബയിലേക്ക് പോയി ആദ്യം. അത് തെറ്റാണ്. ഓക്കെ. മീം ഫത്ഹ അലിഫ് മദ് മുത്തസിൽ. മീം ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് 4 أو 5 ഹർകാത്ത്. ഹംസ കസ്റായി. ഓക്കെ. മീം ഫത്ഹ അലിഫ് മദ് എന്ന് പറഞ്ഞിട്ട് വേണല്ലോ മദ് മുത്തസിൽ എന്ന് പറയാൻ. അലിഫ് മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മതി. ميم فتحة ألف مد متصل 4 और 5 حركات. واجب 4 أو 5 حركات. همزة كسرة إي. السماء من السماء. اوكي شكرا جزاك الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأنشأنا لكم به جنات من
نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون. ഓക്കെ ശുക്രൻ ജസാക്കല്ലാ. ഈ ഒരു ഭാഗം മാത്രം ഒന്ന് തഹജ് ചെയ്യോ? ചുവപ്പ് കളറിൽ കാണുന്ന ജീം ഫത്ഹ ജ ജന്നാത്തിൻ. ജീം ഫത്ഹ ജ നൂൻ ഷദ്ദ വ ഫത്ഹ ഹറഫ് നമ്മൾ വേറെന്തോന്ന് പറയല്. ഷദ്ദ ഫത്ഹ ഒഴിവാക്കിയിട്ട് വേറെന്തോ നമ്മൾ പറയാറുണ്ട്. നൂൻ ഹറഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അലിഫ് മദ് ത്വബീ ഹർക്കത്താൻ ജന്ന. അപ്പൊ മണിക്കണ്ടേ? വേണ്ട. ഓക്കെ. തൻവീൻ ബിൽ കസ്റ ജന്നാത്തിൻ. ഓക്കെ ശുക്രൻ ജസാക്കല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. തൻവീന് കൊടുത്തതൊക്കെ നൂന് ഇൽഹാർ അയക്കണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉന്ന വന്നതുകൊണ്ട് ഇൽഹാർ അല്ലാണ്ട് ആവൂലല്ലോ. എനിക്ക് എല്ലായിടത്തും ഒരു ഇന്നറി തട്ടിയത് പോലെ തോന്നുന്നു. അല്ല, അതൊക്കെ തമ്പുത്തല്ല ഞാൻ പറഞ്ഞത്. മിൻ എന്നുള്ളതും ഷജറത്തൻ തെജിരി ഷജറത്തൻ ഇങ്ങനെ മോള് തട്ടി മിന്നായോന്ന് എനിക്ക് തോന്നാണ്. എനിക്ക് കേൾവിയിൽ അങ്ങനെ മോള് ടച്ച് ചെയ്തില്ല അല്ലെ? ഈ ഭാഗം ഒന്ന് തഹജ് ചെയ്യോ? سين فتحة سا يا سكون سي نون فتحة ألف مد متصل واجب 4 5 حركات سينا همزة فتحة سينا. അതിലെന്തോ ശരി തെറ്റുണ്ടോ പറഞ്ഞതില്? ശരിയാണോ? نون فتحة ألف مد متصل واجب 4 5 حركات همزة كسرة همزة فتحة سينا. ഹംസനെ കൂട്ടി പറയേണ്ടിയിരുന്നല്ലോ അല്ലെ? ഹംസ അവിടെ ഇല്ലെങ്കിൽ എന്തായി? മദ് മുത്തസിലാവൂല. അപ്പൊ ഹംസ ഒരു കാരണക്കാരനാണ്. അപ്പൊ മുത്തസിൽ പറയുമ്പോ നമ്മള് ഹംസ ഫത്ഹ അപ്പോഴാണ് അത് മുത്തസിലാവുന്നത്. അപ്പൊ അതൊന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോ അത് എന്തോ വിട്ടുപോയി. രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون. ഓക്കെ, എനിക്ക് ഒരു ഇത് പറയാനുള്ളത്, ലേശം ഒരു വല്ലാണ്ട് ഒരു ഹിമാലയത്തിലേക്ക് പോയി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒന്ന്, ഹിമാലയത്ത് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഒരു ചെരിച്ചാളുന്നുണ്ടോ എന്നൊരു സംശയം. രണ്ടാമത്തത് വഖഫ് ചെയ്തു, അവിടെ സ്വലയാണ്. അപ്പൊ അത് എടുത്തോതൽ നിർബന്ധമില്ല അവിടെ. നമുക്ക് എന്താണ് വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ എന്ത് ചെയ്താൽ മതി? നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ. പിന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിർത്തിയെടുത്ത് എല്ലായിടത്തും നിർത്തി പിന്നെ അവിടുന്ന് ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാതെ അങ്ങോട്ട് ഓദിക്കാഞ്ഞ ഒരു സംശയം. മുറിച്ച് ബാക്കിൽ എടുത്ത് ഓതിയാൽ അതൊരു ഭംഗിയായിരുന്നു.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇബറത്തൻ ഇല്ല, പക്ഷെ ബെറ്റർ ചെയ്യാൻ ആവശ്യം നമ്മൾ എടുത്ത് ഓതണം നിർബന്ധമില്ല ഓക്കെ. സ്വലേന്റെ കേസ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തഹജ്ജുദ് ചെയ്യാനുള്ളത്. നിങ്ങൾ നിർത്തിയ ഭാഗം തന്നെ ഒന്ന് തഹജ്ജുദ് ചെയ്തു. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غير എന്നല്ല, മിന്നിലോട്ട് മണിക്കണ്ട. മാലക്കും എടുത്തോതാണെങ്കിൽ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ما لكم من إله غير ഇലാഹിൻ ഗൈറുഹു. غير അവിടെ നീട്ടണം. ഗൈറു ഹ സാക്കിന സുക്കൂന് നൽകിയിട്ടാണ്. ഗൈറു ഗൈറുഹു. غير أفلا تتقون. ഓക്കെ, ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. ഈ ഭാഗം ഒന്ന് തഹജ്ജുദ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ചുവപ്പ് കളറിൽ കാണുന്നേ അത് അതൊന്നും പറയണ്ട. ഫസ്റ്റത്തെ ഹംസത്തു വസ്ലാണ്. ഹംസത്തു വസ്ലിൻ, അതാണ് എനിക്ക് അറിയേണ്ടത്. അത് നിങ്ങൾ എന്താണ്, ആണോ ഈ ആണോ ഊ ആണോ പറയാന്നാണ് എനിക്ക് അറിയേണ്ടത്. ഹംസത്തു വസ്ലിൻ തസ്കത്തു വസ്ലിൻ നബതഹു ബിഹാഉ. ഓക്കെ, വെരി ഗുഡ്. ഐൻ സുകൂൻ ഓ ബഉബു ദാൽ ദമ്മ വ മദ് തബി ഹറകതാൻ ഉബുദു. അതിന്റെ ശേഷം ഒരാളും കൂടി ഇല്ലേ? അലിഫിന്റെ മുകളിൽ ഒരു 0. മുസ്തദിർ ലാ യുൻതഖ് ഉബുദു. അഅ്ബുദു എന്നാണോ ഓതിയല്ലേ ഉഅ്ബുദു എന്നാണോ? ഉബുദു, സോറി. ഉഅ്ബുദു ഐൻ ഐൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബറകല്ലാഹു ഫീക്. بسم الله الرحمن الرحيم. فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل الملائكة. അൻസലൽ വേണ്ട, ലഅൻസല മലായികതം മാ സമിഅനാ. ولو شاء الله لأنزل الملائكة. أنزل ملائكة ما سمعنا بهذا في آبائنا الأولين. അവസാനത്തിൽ അബാഇനൽ അവ്വലീൻ ആക്കണം കേട്ടോ. അബാഇനൽ അവ്വലീൻ ആക്കാണ്ട് അബാഇനൽ അ. ഓക്കെ, ഈ ഭാഗമാണ് നിങ്ങൾ തഹജ്ജുദ് ചെയ്യേണ്ടത്. ഒരു ചുവപ്പ് കളറിൽ കാണുന്നില്ലേ? മഹദ ഇല്ല, അത്രയും ഭാഗം മാത്രം തഹജ്ജുദ് ചെയ്യും. മീം ഫത്ഹ് അലിഫ് മദ് മീം ഫത്ഹ അലിഫ് മദ് തബീഇ ഹർകതാൻ മാ. ഹാ ഫത്ഹ അലിഫ് മദ് തബീഇ ഹർകതാൻ ഹാ. ദാൽ ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ്. മുത്തസിലാണോ? മുൻഫസിൽ. منفصل جاهز إثنى أو أربعة أو خمسة حركات. ألف خمسة إي. ألف خمسة كسرة إي. كسرة إي. أوكي. لام شدة فتحة. فتحة. ألف مد. ألف مد تبدي حركتان لا.
ما هذا إلا ما هذا إلا. ഓക്കെ വെരി ഗുഡ്. അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീ. بسم الله الرحمن الرحيم إن هو إلا رجل به جنة فتربصوا به حتى حين قال رب انصرني بما كذبون. ഓക്കെ അൽഹംദുലില്ലാ. ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഇങ്ങോട്ട് വന്നാൽ നല്ലതായിരുന്നു. ബിഹി ഹത്ത به حتى حين അത് ഒന്നും കൂടി حتى حين. ഓക്കെ ഫതറബ്ബസു فا فتحة فا تا فتحة تا فتا را فتحة مفخمة را فترى با شدة فتحة با فتربى صاد وما ومت بي حركتان ألف صفر مستدير فتربصوا. ഓക്കെ ലായുംതക്ക് വിട്ടുപോയിട്ടുണ്ട്. കുഴപ്പമില്ല. لا ينطق. ഓക്കെ അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഖൈറാകട്ടെ. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. ഓക്കെ മാഷാ അല്ലാഹ്. ഒറ്റ ശ്വാസത്തിന് മതി. അൽഹംദുലില്ലാ. ഇതാണ് നിങ്ങൾ താജ് ചെയ്യേണ്ടത്. കാണുന്നുണ്ടോ? همزة وصل تسقط وصلا نبدو بهاء سين سكون إس تا فتحة تا إستا واو فتحة وا استوى يا سكون استوي تا فتحة تا استويتا. ഓക്കെ ശുക്രൻ. ജസാക്കല്ലാഹ്. أعوذ بالله من الشيطان الرجيم وقل رب أنزلني منزلا مباركا وأنت خير المنزلين. ഒന്ന് മണിച്ചു ഓതിയാലും നല്ല രസം ഉണ്ടാവൂലേ? വഖുർ റബ്ബി അൻസിൽനി മുൻസലം മുബാറകൻ വഅൻത ശ്വാസം കിട്ടുന്നില്ല. വഅൻത ഖൈറുൽ മുൻസിലീൻ. അങ്ങനെ ഒന്ന് ഓതിയൊക്കെ മണിച്ചുകൊണ്ട്. وقل ربي أنزلني منزلا مباركا وأنت خير المنزلين. ഓക്കെ നൂനുസാക്കിനെ വരുന്നിടത്ത് ഇൻഷാല്ലാ നമുക്ക് അവിടെ എത്തിയിട്ടില്ല. അത് വരുന്ന സമയത്ത് ഒന്നും കൂടി നിങ്ങൾ ക്ലിയർ ആക്കും ഇൻഷാല്ലാ. إن في ذلك لآيات وإن كنا لمبتلين ثم أنشأنا من بعدهم قرنا آخرين. ഓക്കെ അൽഹംദുലില്ലാ. ചെറിയൊരു ഭാഗം തഹജ്ജ് ചെയ്തോളൂ. ഇതാ ഓക്കെ മുബത്തലീന എന്ന് മതി. മദ് കൊടുക്കണ്ട കേട്ടോ. മുബത്തലീന. ഓക്കെ. ലാം ഫത്ഹ ലാം മീം ലമ്മ മു ബാ സാക്കിന മുക്കൽക്കല ബ മുബ് ത ഫത്ഹ ത ബന്ന് പറയരുത് കേട്ടോ. സാക്കിന മുക്കൽക്കല മുബ് 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 ത ഫത്ഹ ത മുബ്ത ലാം കസ്റ യാ മദ് തബി ഹർകതാൻ ലി മുബ്തലി നൂൻ ഫത്ഹ ന മുബ്തലീന ലമുബ്തലീന. ഓക്കെ ശുക്രൻ. ജസാക്കല്ലാഹ് ഖൈറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون.
ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്, ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ ചുവപ്പ് ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്തോളൂ. همزة وصل تسقط وصلا نبدأ بها إي عين ഈന്നാണ് سكون വരിക. عن ഞാൻ اعبدوا അല്ല, ബുദു ആണ് വരിക, അല്ലെങ്കിൽ ബുദു എന്നാണ് വരിക, അല്ലെങ്കിൽ അബുദു എന്നാണ് വരിക. اعبدوا അല്ല അനിയബുദു ഇഅബുദു എന്നല്ല നമ്മൾ പാരായണം ചെയ്ത്. ബുദു ഈന്നാണോ? ഈന്ന് പാരായണം ചെയ്തിരുന്നോ? ആ അനിയബുദു എന്നാ പറഞ്ഞു. നൂനിനാണല്ലോ കെസ്ര, പിന്നെ ഐനിലേക്കാണോ പോകുന്നത്? മറ്റേത് ഹംസത്ത് വസ്ലായില്ലേക്കല്ല, ലമ്മായിരിക്കും വരെ അല്ലെ. ആ ഇത് 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 തന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ആ ഈ ഊ എങ്ങനെ കൊടുക്കുക എന്നുള്ളതേ. മനസ്സിലായി. മൂന്നാമത്തത് ദൊമ്മയാണ്, അപ്പൊ ഇത് ദൊമ്മ. ഫത്ഹ കെസ്ര ആണെങ്കിൽ കെസ്ര. അപ്പൊ എന്നാ വരിക. ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലം നബ്ദഉ ബിഹാ ഉ ഐൻ സുകുൻ ഉ ബാ ലമ്മ ബു ഉ ബു ദാൽ ലമ്മ വാവ് മദ് അലിഫ് സിഫർ മുസ്തതിർ ലാ യുൻതഖു ഉഅ്ബുദു. ഓക്കെ, അവിടെ ഖദർ പറയാൻ മറന്നു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ദാൽ ലമ്മ വാവ് മദ് തൊബഈ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് വിട്ടുപോയതായിരിക്കും. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാ. കുറെ ഇന്ന് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം എടുത്ത മദ് ലാസിമിന്റെ രണ്ടാമത്തെ ഒരു പാർട്ടായിട്ടാണ് ഇന്ന് എടുക്കുന്നത് ഒന്ന്. പിന്നെ പോരാത്തത് ഹാല് 17, 18, 19 കൂടി നമ്മൾ സമയം ഉണ്ടെങ്കിൽ അതും കൂടി കവർ ചെയ്യും. സമയം ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോ മദ് ലാസിമിലേക്കാണ് നമ്മൾ പോകുന്നത്. മദ് ലാസിം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. മദ് ലാസിം കെലിമി മുസ്തക്കൽ ഉണ്ട്, മുഖഫഫ് ഉണ്ട്. നമ്മൾ ആദ്യം മദ് ലാസിം രണ്ടെണ്ണം. ഇന്നിപ്പോ നമ്മൾ എടുക്കുന്നത് കെലിമി മുസ്തക്കലും കെലിമി മുഖഫഫും ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലാസിമിലേക്ക് വരികയാണേ. ഇന്ന് നമ്മൾ എടുക്കുന്നത് മദ് ലാസിമിലെ മദ് ലാസിം കെലിമി മുസ്തക്കൽ എന്താണ്, മദ് ലാസിം കെലിമി മുഖഫഫ് എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ മദ് ഫറഈ ആയിട്ടുള്ള മദ് നമുക്കറിയാം. അലിഫ് യാ വാവിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നു കഴിഞ്ഞാൽ ആ മദ്ദിന് പറയുന്ന പേരാണ് മദ് ഫറഈ. പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫറഈ എന്ന് പറയുമ്പോൾ തന്നെ ശാഖകളുള്ള ഇത് എന്നാണ്, ശാഖകളുള്ള ദീർഘം മദ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹംസ കാരണം വേറെ കുറെ പേരുണ്ട്, ഷദ്ദ് സുക്കൂന് കാരണം വേറെ വരുന്നുണ്ട്. അപ്പൊ അതിന് ഈ മദ് ഫറഈ തന്നെ വീണ്ടും ശാഖകളായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അസാധാരണ മദ് എന്നും പറയും, അല്ലെങ്കിൽ ഫറഈ എന്ന് പറയുന്നത് ശരിക്കും ശാഖകൾ ഉള്ളത് എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മദ് ഫറഈല് ഹംസ കാരണം വരുന്ന രണ്ട് മദ് പഠിച്ചു. ഇനി ഒന്നും കൂടി പഠിക്കാനുണ്ട്. ഹംസ കാരണം വരുന്ന രണ്ട് മദ്, മദ് മുത്തസിലും മദ് മുൻഫസിലും, അങ്ങനെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു സില കുബ്ര ഉണ്ട്, നമ്മൾ ഇൻഷാ അല്ലാഹ് എടുക്കും. പിന്നെ വരുന്നതാണ് മദ് ലാസിം. അതായത് പിന്നെ അലിഫ് യാ വാവിന് ശേഷം സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ ആ മദ്ദിന് പറയുന്ന പേരാണ് മദ് ഫറഈ ആയ മദ്ദാണ്. സുക്കൂനോ ഷദ്ദോ വന്നു കഴിഞ്ഞാൽ ഫറഈ ആയിട്ട് മദ്ദാണ്. പക്ഷെ ആ മദ്ദിനൊരു സ്പെഷ്യൽ പേരിലാണ് അറിയപ്പെടുന്നത്, മദ് ലാസിം എന്ന്. മദ് ലാസിം ഫറഈ ആയ മദ്ദാണ്. ഓക്കെ, മദ് ലാസിം ചോദിച്ചോളൂ കേട്ടോ. മദ് ലാസിം അലിഫ് യാ വാവ് എന്നിവയ്ക്ക് ശേഷം സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ 6 ദീർഘം നൽകണം. അതായത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് വാജിബാണ്, നിർബന്ധമാണെന്ന്. ഇത് വാജിബ് അല്ല, അതിന്റെ മോളാണ്, ലാസിമാണ്. ലാസിം എന്ന് പറഞ്ഞാൽ അത്രക്കും നിർബന്ധം. അതിൽ വേറെ എന്തില്ല, 4 or 5 എന്നുള്ളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. 6 ഹർക്കാത്ത് നീട്ടിക്കൊള്ളണം മദ് ലാസിം എന്ന് പറയുന്നത്. അതായത് അലിഫ് യാ വാവ് എന്നീ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹർഫിന് സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ അവിടെ ഒരു പുതിയ മദ് സംഭവിക്കും. ആ മദ്ദിന് പറയുന്ന പേരാണ് മദ് ലാസിം എന്ന്. അതിന്റെ ഖദർ നീളം 6 ഹർക്കത്തിന്റെ സമയമാണ്. 6 ഹർക്കത്ത് എത്ര സമയം വരും, അതാണ് അതിന്റെ
സമയം എന്ന് പറയുന്നത്, ഖദർ. ഓക്കെ, അപ്പൊ മദ്ദിലാസിം അലിഫ് ലാം മീം എന്ന് പറയുന്നത് മദ് ലാസിമായിട്ടാ വരിക. മദ്ദിലാസിമാണ് വരുന്നത്. അതെ, മദ്ദിലാസിമാണ്. ആ നിങ്ങൾ നോക്കിക്കോളൂ, മദ് ലാസിം വീണ്ടും രണ്ടെണ്ണായിട്ട് തിരിയുന്നുണ്ട്. മദ് ലാസിം വീണ്ടും രണ്ടെണ്ണായിട്ട് തിരിയുന്നുണ്ട്. മദ് ലാസിമിൽ തന്നെ, അതായത് രണ്ടെണ്ണം തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ് ലാസിം കെലിമിയിൽ കെലിമി എന്ന് പറഞ്ഞ ഒരു വാക്കിൽ സംഭവിക്കുന്നുണ്ട്. മദ് ലാസിം വാക്കിൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ മദ് ലാസിം ഹർഫിൽ സംഭവിക്കുന്നുണ്ട്. ഹർഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന കേവലാക്ഷരങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത അധ്യായങ്ങളെ 29 അധ്യായങ്ങളുടെ ആരംഭത്തിൽ വരുന്ന കുറച്ച് അക്ഷരങ്ങളാണ്. അത് വ്യത്യസ്ത രീതിയിൽ അലിഫ് ലാം മീം, അലിഫ് ലാം റോ, പിന്നെ കഫ് ഐൻ സ്വാദ് ഖാഫ് യാസീൻ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത രീതിയിൽ, അതിനാണ് ഹർഫി വരുന്നത്. ഇപ്പം മദ് ലാസിം വാക്കുകളിലും സംഭവിക്കുന്നുണ്ട്, ഹർഫിലും സംഭവിക്കുന്നുണ്ട്. ഹർഫിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഫ് ലാം മീം പോലെ, യാസീൻ പോലെ, അങ്ങനെയുള്ളത്. അത് നമ്മൾ വേറെ തന്നെ പഠിക്കാനുണ്ട്. ഹുറൂഫുൽ മുഖത്തആത്ത് എന്ന് പറയുന്നത് കേവലാക്ഷരങ്ങൾ, അത് വിശദമായിട്ട് വേറെ തന്നെ പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് പോകുന്നില്ല. പകരം ഇന്ന് നമ്മൾ ഏത് മാത്രം നോക്കുന്നുള്ളൂ, കെലിമി മാത്രം. ഒരു വാക്കില് എന്ത് സംഭവിക്കാണ്, അസാധാരണ മദ്, അതായത് മദ് ലാസിം സംഭവിക്കുന്നത് എപ്പോഴാണെന്നാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഇത് പാരായണം ചെയ്യുമ്പോൾ ദാബത്തിൻ എന്ന് പാരായണം ചെയ്യാൻ പാടില്ല. ദാബത്തിൻ, ദാൽ ഫത്ഹ അലിഫ് മദ്, ശേഷം വരുന്ന ഹർഫ് ബാഇന് ഷദ്ദുള്ള ബാ ആണ് വന്നത്. അപ്പൊ അലിഫ് മദ്ദിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വന്നു. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം, അസാധാരണ മദ്ദിലേക്ക് മാറി. അസാധാരണ മദ് മാത്രമല്ല, ഷദ്ദ ആയതുകൊണ്ട് മദ് ലാസിമാണ്. സിത്ത ഹർക്കാത്ത് സമയം കൊടുത്തിട്ട് പാരായണം ചെയ്യണം. ഹർഫില് അലിഫ് ലാം മീം, അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് മദ് ലാസിമിനെ തന്നെ ഒന്നും കൂടി നോക്കാം. നമുക്ക് മദ് ലാസിം പിന്നെ നേരത്തെ പറഞ്ഞു, പിന്നെ രണ്ട് ലാസിം അത് കലിമിയിലായാലും ഹർഫിലായാലും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മദ് ലാസിം മുഖഫഫ്. മുഖഫഫ് എന്ന് പറഞ്ഞാൽ ഖഫീഫ് ആയത്, ഭാരം കുറഞ്ഞത് എന്നാണ്. ഖഫീഫ്, അതായത് ഭാരം, വെയിറ്റ് ഇല്ലാത്തത് എന്നാണ്. മൃദുവായത്, ലാഘവം, ലൈറ്റ് എന്നൊക്കെ പറയാം. അതായത് ഖഫീഫ്, ഭാരം കുറഞ്ഞതുണ്ട്. അപ്പോ അലിഫ് വാവിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂൻ ആണെങ്കിൽ അത് മദ് ലാസിം മുഖഫഫാണ്. സുക്കൂൻ കാരണമാണ് മദ് ലാസിം സംഭവിക്കുന്നതെങ്കിൽ, സുക്കൂൻ കാരണമാണ് മദ് സംഭവിക്കുന്നതെങ്കിൽ അത് മദ് ലാസിം മുഖഫഫാണ്, ഭാരം കുറഞ്ഞ മദ്ദാണ്. നല്ലോണം മനസ്സിലാക്കി വെക്കുക. അലിഫ് യാ വാവ് ഈ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന, അതിന് ശേഷം വരുന്ന അക്ഷരത്തിന് സുക്കൂനാണ് വരുന്നെങ്കിൽ മദ് ലാസിം മുഖഫഫ് ആയിരിക്കും. സിത്ത ഹർക്കാത്ത് തന്നെയാണ്. മദ് ലാസിം മുഖഫഫ് സിത്ത ഹർക്കാത്ത്. ഓക്കെ, ഒന്നും കൂടി നോക്കാം നമുക്ക്. മദ് ലാസിം കെലിമി, മദ് ഫി കെലിമിയാണ് കേട്ടോ. അൽ മദ്ദു ഫി കെലിമി, കെലിമിയിൽ സംഭവിക്കുന്നത്, ഒരു വാക്കിൽ സംഭവിക്കുന്നത്. പിന്നെ ഹർഫിൽ സംഭവിക്കുന്നത്. മദ് ഫി ഹുറൂഫുൽ മുഖത്തആത്ത്, ഇങ്ങനെയാണ് അത്. അത് കെലിമിയിലും സംഭവിക്കുന്നുണ്ട്, ഹർഫിലും സംഭവിക്കുന്നുണ്ട്. മദ് ഫി കെലിമി, മദ് ഫി, ഇതില് മുസക്കലും വരുന്നുണ്ട്, മുഖഫഫും വരുന്നത്. സെയിം തന്നെയാണ് ഹർഫിലും വരുന്നത്. എന്ത്, മുസക്കലും ഉണ്ട്, മുഖഫഫും ഉണ്ട്. കൺഫ്യൂഷൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. മദ് ലാസിം കെലിമിയിലും സംഭവിക്കുന്നുണ്ട്. എഴുതി കഴിയില്ല, എഴുതുന്നുണ്ട് നിങ്ങള്? ഓക്കെ, ഞാൻ എഴുതുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ചില ആൾക്കാർ PDF നിന്ന് നോക്കി എഴുതാറാണ്, അതുകൊണ്ടാണ് ഞാൻ സാവധാനം തന്നെ പറയുന്നത്.
മദ് ലാസിമാണ് നമ്മുടെ ടോപ്പിക്. മദ് ലാസിം. മദ് ലാസിം എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്കറിയാം. സുക്കൂനോ ഷദ്ദോ, അലിഫ് യാ വാവിന് ശേഷം സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ അവിടെ ഒരു പുതിയ മദ് വരും. അതിന് മദ് ലാസിം എന്നാണ് പറയാം. മദ് ലാസിം കെലിമി, അതായത് വാക്കില് മദ് ലാസിം സംഭവിക്കുന്നുണ്ട്, ഹർഫിലും സംഭവിക്കുന്നുണ്ട്. കെലിമിലാണെങ്കിലും ഹർഫിലാണെങ്കിലും രണ്ട് ടൈപ്പ് ഓഫ് മദ് ലാസിം ഉണ്ട്. ഒന്ന് മുസക്കലാണ്, ഒന്ന് മുഖഫഫാണ്. മുസക്കൽ എന്ന് പറഞ്ഞാൽ ഭാരം കൂടിയത്. മുസക്കൽ എന്ന് പറഞ്ഞ ഭാരം കൂടിയത്. മറ്റേത് മുഖഫഫ്. അപ്പൊ മുസക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ ഷദ് കാരണം സംഭവിക്കുന്ന മദ്ദാണ് മുസക്കല്. മുഖഫഫ് എന്ന് പറഞ്ഞാൽ സുക്കൂന് കാരണം സംഭവിക്കുന്നതാണ്. അത് ഹർഫിലും ഉണ്ട്, കെലിമിലും ഉണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കെലിമി മാത്രമാണ്. അപ്പോൾ ഹർഫി നമുക്ക് പിന്നീട് നോക്കാം. ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുത്തോ ഫാത്തിമത്ത? ഓക്കെ. അപ്പൊ ഒന്നും കൂടി നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ സുക്കൂന് സംഭവിക്കുന്ന മദ്, അതായത് അലിഫ് യാ വാവിന് ശേഷം സുക്കൂനാണ് എങ്കിൽ നമ്മൾ പറഞ്ഞു മദ് ലാസിം, കെലിമി, മുഖഫഫാണ് എന്ന് പറഞ്ഞു. ഷദ്ദാണ് കാരണക്കാരൻ. അത് മദ് സംഭവിക്കാൻ കാരണം ഷദ്ദാണെങ്കിൽ മദ് ലാസിം, കെലിമി, മുസക്കലാണ്. നമുക്കത് ഉദാഹരണം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഓക്കെ. അപ്പൊ മദ് ലാസിം, കെലിമി, മുസക്കൽ ഷദ്ദാണ് സംഭവിക്കുന്നെങ്കിൽ നമുക്ക് ഉദാഹരണം നോക്കാം. ഇങ്ങോട്ട് നോക്കൂ. ഇത് റാദൂഹു, ഇവിടെ അലിഫ് മദ്ദിന് ശേഷം ദാലിന് ഷദ്ദാണ് വന്നത്. അപ്പൊ ഇവിടെ എന്താണ്? മദ് ലാസിം, മദ് ലാസിം, കെലിമി, മുസക്കൽ, സിത്ത ഹറക്കാത്ത്. തഹജി പറയാൻ ഒരുപാടുണ്ടാവും. പിന്നെ ഇവിടെ നോക്കൂ നിങ്ങള്, ഇതെങ്ങനെയാണ് പാരായണം ചെയ്യുക? ഒരാൾ പാരായണം ചെയ്തോളൂ. ഒരാള് വെറും തോമത്ത് എന്നാണോ അല്ലെങ്കിൽ അത്തോമത്ത് എന്നാണോ? അപ്പൊ അത് 6 ആയത്ത് അയക്കുന്നോ? മീമിന് ഉന്ന കൊടുത്തോ? ആദ്യം മദ് ലാസിം സിത്ത ഹർക്കാത്താണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പറയൂ അങ്ങനെ. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കൂ, മീമാണ്, മീമിന് ഷദ്ദ് വന്നു. അപ്പൊ അവിടെയും മുസക്കലാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് കംപ്ലീറ്റ് മുസക്കലാണ്. ഓക്കെ. അടുത്ത ആള് ഇതൊന്ന് പാരായണം ചെയ്ത് നോക്കൂ. ഇപ്പൊ അവസാനം വന്നത് ഒരാൾ. ഓക്കെ. അൽഹാഖത്തു. ഇവിടെയും ഷദ്ദാണ് വന്നത്. അടുത്തൊരാൾ ഇതൊന്ന് പാരായണം ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ. ഒന്നും കൂടി ക്ലിയർ ആക്കാനുണ്ട് കേട്ടോ. ഓക്കെ. അടുത്തൊരാള് പാരായണം ചെയ്തോളൂ. ഓക്കെ. അടുത്തത് ഒരാള് പാരായണം ചെയ്തോളൂ. ഓക്കെ. അൽഹംദുലില്ലാഹ്. അപ്പോ മുസക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസക്കൽ എന്ന് പറഞ്ഞാൽ ഭാരമുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന്. അപ്പൊ അവിടെ ലാമിന് ഷദ്ദ്, ഖാഇന്, മീമിന് ഒക്കെ നോക്കൂ നിങ്ങൾ. അലിഫ് മദ്ദിന് ശേഷം വരുന്ന ഹർഫിന് മുഴുവൻ ഷദ്ദാണ് വന്നത്. അങ്ങനെ ഷദ്ദ് വരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മദ് ലാസിം, കെലിമി, മുസക്കൽ എന്നാണ് പറയാ. സിത്ത ഹർക്കാത്ത്. ഓക്കെ. നമുക്ക് തഹജിലേക്ക് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. خلق السماوات بغير أمد ترونها وألقى في الأرض رواسي أن
تميد بكم وبث فيها من كل دابة അവിടെ ഇത് ജീമുണ്ട്. അവിടെ ദാബത്തിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞു ജീമുണ്ട്. ജൈസ് അവിടെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ഓതണമെന്നില്ല. കാണുന്നില്ല. وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. ഓക്കെ അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീ. പിന്നെ എവിടെയോ എന്തോന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഐന് ബിഗൈരി അമദിൻ എന്നുള്ള അമദിനായി പോയെന്നൊരു സംശയം. ഐന് പൂർണ്ണതയിലേക്ക് വന്നില്ല എന്ന് തോന്നുന്നു. നല്ലോ ചെറിയൊന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇതാണ് അതിന്റെ തഹജി. ഓക്കെ, പിന്നെ സുൽഫിക്കർക്ക് ഇതൊന്ന് ഈ തഹജി ഒന്ന് ശബ്ദത്തിൽ വായിച്ചു കൊടുക്കുക. അതായത് ദാബത്തിൻ എന്നുള്ള ആ മദ് ലാസിമാണ്. അത് കിട്ടുന്നുണ്ടോ നോക്കൂ നിങ്ങൾ. താഴത്തെ എഴുതിയത് തഹജി ദാൽ ഫത്ഹ അലിഫ് മദ് ലാസിം കെലിമി മുസഖൽ 6 ഹർക്കാത്ത് ബ ഷദ്ദ ഫത്ഹ ദാബത്ത്. ഓക്കെ, ദാബ. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ളവരോടാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞതിന്റെ തഹജി ഇതാണ്. അതായത് ദാൽ ഫത്ഹ അലിഫ് മദ് ലാസിം. അലിഫ് മദ് ലാസിമാണ്, ലാസിമായിട്ടുള്ള മദ്ദാണ്. കെലിമിയാണ്. അത് വാക്കിൽ സംഭവിച്ചതാണ്, കെലിമിയാണ്. പിന്നെ ഷദ്ദാണ് കാരണം, അതുകൊണ്ട് മുസക്കലാണ്. 6 ഹർക്കാത്താണ്. 6 ഹർക്കാത്ത് ദീർഘം കൊടുക്കണം. കാരണം ബാ ഷദ്ദ ഫത്ഹ, ബാവിന് ഷദ്ദുള്ള ബാവ് വന്നു. ഇതാണ് അതിന്റെ ഇത്. അപ്പൊ ദാൽ ഫത്ഹ അലിഫ് മദ് ലാസിം കെലിമി മുസക്കൽ 6 ഹർക്കാത്ത് ബാ ഷദ്ദ ഫത്ഹ ദാബ. ഓക്കെ, ഫതഹ അലിഫ് മദ് ലാസിം കലിമി മുസക്കല 6 ഹർക്കാത്ത് ദാബ ഷദ്ദ ലമ്മ വാവ് മദ് തബീ ഹർക്കത്തൈൻ റാദു ഹാ ലമ്മ ഹു റാദുഹു. ഓക്കെ, എന്താ വിട്ടുപോയിക്കണോ? അപ്പൊ അവിടെ റാ എന്നുള്ളത് ബിൽ ഫത്ഹ മുഫഖമയാണ്, അത് വിട്ടുപോയിട്ടുണ്ട്. റാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് ലാസിം കെലിമി മുസക്കൽ 6 ഹർക്കാത്ത് ദാൽ ഷദ്ദ ലമ്മ വാ മദ് തബീ ഹർക്കത്താൻ റാദുഹു. ഓക്കെ, കുഴപ്പമില്ല, അല്ലാഹു ഖൈറാക്കട്ടെ. الطامة همسة وصل تسكت وصلا نبدأ بها لام شمسية مدغمة في الطائل مفتوحة مفخمة ألف مد مفخمة مد لازم كلمي مثقلة 6 حركات ميم حرف غنة مشددة بالفتحة الطاء لما تو الطامة. ഓക്കെ, വെരി ഗുഡ്. അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീ. ഓക്കെ, ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. الصاخة. ഓക്കെ, همزة الوصل تسكت وصلا نبدأ بها ഓക്കെ. لام شمسية مدغوم مدغمة في صاد مفتوح. صاد مفخمة ألف مد مفخمة مد لازم كلمي مسكل 6 حركات. ഓക്കെ, കാരണക്കാരൻ
ഓക്കെ ഓക്കെ കാരണക്കാരനടുത്ത് മുഫഖമ ഖ ഷദ്ദ ഫത്ഹ മുഫഖമ. മുഫഖമ ഓക്കെ ഓക്കെ ഹാ സാക്കിന ഇദ്ദൽ വഖഫ്. ഓക്കെ ശുക്രൻ ജസാക്കല്ലാഹ്. അവസാനം ഹാ സാക്കിന ഇദ്ദൽ വഖഫ്. ചിലത് നമ്മള് ഒരു അതിന്റെ ടേമിലേക്കൊക്കെ പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹാഖ മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. ഓക്കെ, അൽ ഹാഖ തു എന്നുള്ളത് വഖഫ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് തഹജ്ജ് ചെയ്താൽ മതി. അൽ ഹാഖതു അൽ ഹാഖതു അല്ലെങ്കിൽ അൽ ഹാഖ സാക്കിനായിട്ടും വഖഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ചെയ്യാം. ഇങ്ങനെ നിങ്ങളെ ഐഡിയ പോലെ. ഹംസത്തു വസ്ലിൻ തസ്ഖത്തു വസ്ലിൻ നബ്ദഉ ബിഹാ അ ലാം ഖമരിയ മുൽഹറ അൽ ഹാ ഫത്ഹ അലിഫ് മദ് ലാസിം കലിമി മുസഖൽ 6 ഹറകാത്ത് ഖാഫ് ഷദ്ദ ഫത്ഹ അൽ ഹാഖ താ ലമ്മതു അൽ ഹാഖതു. ഓക്കെ, ഖാഫിന് നമുക്ക് മുഫഖമയും കൂടി ചേർക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അൽ ഖാഫ് മദ് ഷദ്ദ ഫത്ഹ കഴിഞ്ഞ ശേഷം ഇത് സാക്കിന ഇൻദൽ വഖഫ് അൽ ഹാഖ. ഓക്കെ ഓക്കെ ശുക്രൻ ജസാക്കല്ലാഹ്. അപ്പൊ ഈ നമ്മൾ അതിന്റെ തഹജ്ജ് ഇതാ ഒന്നും കൂടി വേണം കണ്ടോളൂ. ഹ ഫത്ഹ അലിഫ് മദ് ലാസിം കലിമി മുത്തക്കൽ 6 ഹർക്കാത്ത് ഖാഫ് ഷദ്ദ ഫത്ഹ മുഫഖമ അൽ ഹാഖ. പിന്നെ ചേർത്ത് ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതും? അൽ ഹാഖതു മൽ ഹാഖ എന്ന് ഓതാം. ഓക്കെ, ഇത് ചേർത്ത് ഓതുകയാണെങ്കിൽ അങ്ങനെ. പക്ഷെ അപ്പോഴും മദ് ലാസിമിന്റെ ആ ടൈമിങ് കീപ്പ് ചെയ്യണം. ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് മദ് ലാസിം കെലിമി മുസക്കൽ, അതിനെന്തെങ്കിലും സംശയം ഉണ്ടോ? എന്നാ അടുത്തയിലേക്ക് പോവാം നമുക്ക്. റെഡിയാണോ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ ആണ് നിങ്ങൾ ഒരു സിഗ്നൽ തന്നാൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. സാറേ അത്തോമത്ത് അതായത് മുഫഹമ വരുന്നില്ലേ തോയിന്, അത് സ്വാദിനൊക്കെ. അപ്പൊ ആ മുഫഹമ കൂട്ടി പറയണ ആ ഭാഗം ഒന്ന് പറഞ്ഞു തരുമോ ഒന്നും കൂടെ? അപ്പൊ ആ തോമത്തു തന്നെ ആയിക്കോട്ടെ. അപ്പൊ അതില് ഒന്നെയും കൂടി പറയണം. അപ്പൊ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് മൊത്തം പറയണം. അതായത് ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ. പിന്നെ വരുന്നത് ലാമിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്തു. ആ തായിന് അലിഫ് മദ് ഉണ്ട്, ആ തായിന് ശേഷം മീമ് വന്നിട്ടുണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ പറയണം. അപ്പോ ലാം ശംസിയ മുദ്ഗമ ഫി ത്വാഇൽ മഫ്തൂഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് ലാസിം കലിമി മുസക്കൽ 6 ഹർകാത്ത് മീം ഹർഫ് ഗുന്ന മുശദ്ദദ ബിൽ ഫത്ഹ പിന്നെ മൊമ്മ കൊടുക്കുക, സാക്കിനായിട്ട് കൊടുക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊന്നുമില്ല, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കാം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്ക് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ പറഞ്ഞതിന്റെ മുഖഫഫ് ആണ് പറയാൻ പോകുന്നത്. അലിഫ് യാന് ശേഷം സുക്കൂന് വരുന്നത്, അത് മദ് ലാസിം മുഖഫഫ് ആണ്. അപ്പോ ഹർഫ് പിന്നെ കെലിമയില് വരുന്ന പിന്നെ മുസക്കലായിട്ട് വരുന്നതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടു. ഇതേപോലെ നിങ്ങൾ ഉദാഹരണങ്ങൾ ഖുർആനിൽ കണ്ടെത്തുന്നത് നല്ലതാണ്, എളുപ്പമാണ്. പക്ഷെ ഇതിനൊരു സുഖം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ എന്തേ വന്നിട്ടുള്ളൂ? ഇത് ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ.
എന്തായിട്ടുള്ളൂ? മദ് ലാസിം കെലിമി മുഖഫഫ് ആയിട്ടുള്ളൂ. അതായത് മദ് ലാസിം കെലിമി മുഖഫഫ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരെണ്ണം മാത്രമാണ്. അതുകൊണ്ട് എന്തില്ല, നമുക്ക് പ്രയാസമില്ല. ഒരൊറ്റ വാക്ക് പഠിച്ചാൽ മതി. ഷദ്ദുള്ളത് വേറെ ഉണ്ട് കേട്ടോ, നിങ്ങൾ അത് കണ്ടെത്തണം. ഇതാണ് ആ വാക്ക്. ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോ ആന 1 6, മറ്റേത് 2. ഓക്കെ, അങ്ങനെ ആന. ഇതാണ് ആ സംഭവം. അതിന്റെ ആയത്താണ് ഇത്. ആരാണ് പാരായണം ചെയ്യുന്ന ഈ ആയത്ത്? സൂറത്ത് യൂനുസിലെ 51-ാമത്തെ ആയത്താണ്. ആരാണ് പാരായണം ചെയ്യുന്നത്? ഞാൻ പാരായണം ചെയ്യാം. ചെയ്തോളൂ. ثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون. ഓക്കെ, നേരത്തെ നിങ്ങൾ ആൽ ആന വക്കത് എന്നാണ് ഓതിയിരുന്നത് തോന്നുന്നു അല്ലേ? ഇനി ഓതാൻ പാടില്ല. ഇനി അങ്ങനെ ഓതാൻ പാടില്ല കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത ആയത്ത് ഇതാണ്. അടുത്ത വേറൊരാൾ ഓതിക്കോട്ടെ. വേറെ ആരാ ഒരാൾ ഓതുന്നത്? ഇത് സെയിം യൂനുസിലെ തന്നെ 91, അതായത് യൂനുസിലെ 51, 91 ആയത്തിൽ മാത്രമേ ഖുർആനിൽ ഇങ്ങനെ ഒരു അത് മദ് ലാസിം കെലിമി മുഖഫഫായി വന്നിട്ടുള്ളൂ. അതും ഒരു വാക്ക് തന്നെയാണ്, അൽ ആൻ തന്നെയാണ്. ഓക്കെ, ആരാണ് ഇത് പാരായണം ചെയ്യുന്നത് ഈ ആയത്ത്? പെട്ടെന്ന് മൈക്കോർന്ന് പാരായണം ചെയ്തോളൂ. അവസരങ്ങൾ കാത്തുക്കൂല, പോയിപ്പോ പെട്ടെന്ന്. ഓക്കെ. الآن وقد عصيت قبل وكنت من المفسدين. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ഇവിടെ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഇവിടെ ഈ നമ്മൾ പറഞ്ഞല്ലോ സുക്കൂനിന്റെ മുമ്പ് മദ്ദക്ഷരം വരുന്ന കേസുകൾ. അപ്പൊ നമ്മൾ ഒരായത്തിന്റെ അവസാനത്തിൽ സുക്കൂന് വരുമ്പോ അതിന്റെ മുമ്പിൽ മദ്ദക്ഷരം വരുന്ന കുറെ കേസുകളില്ലേ? ഉണ്ട്. ഇവിടെ മുഫ്സിദീന എന്ന് പറയുന്നിടത്ത് നമ്മൾ സുക്കൂന് നൽകിയിട്ട് വഖഫ് ചെയ്യാണ്. അതെ, അതപ്പൊ അങ്ങനത്തെ കേസ് ഉസ്താദ് പറഞ്ഞ ഒരു കേസേ ഉള്ളൂ ഇങ്ങനെ ഖുർആനിൽ അൽ ആന എന്നുള്ള പ്രയോഗം. പക്ഷെ ഈ ആയത്തിന്റെ അവസാനത്തിൽ സുക്കൂന് വരുന്ന എല്ലാ കേസുകളും ഇല്ലേ? അത് സുക്കൂനല്ലല്ലോ, അത് നമ്മൾ വഖഫ് ചെയ്യാൻ വേണ്ടി സുക്കൂന് നൽകുകയാണ്. അതെ, വഖഫ് ചെയ്യാൻ സുക്കൂന് ചെയ്യുമ്പോ അത് നമ്മൾ സുക്കൂന് ചെയ്യാണല്ലോ, അവിടെ സുക്കൂൻ ആവുകയാണല്ലോ. ആണ്, പക്ഷെ അതിന്റെ ജെനുവിൻ എന്താണ്? ഇപ്പൊ മുഫ്സിദീന എന്നുള്ള പത്തയാണല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്? സുക്കൂന് വന്ന കേസ്, അതായത് ഖുർആനിൽ സുക്കൂന് വന്നത്, സുക്കൂനായിട്ട് വന്നത് അൽ ആന മാത്രമേ ഉള്ളൂ എന്നാണ്. അതെ, അങ്ങനെ വരുന്നത്. പിന്നെ സുക്കൂന് വരുന്ന ചില കേസസ് അല്ല, ഹാസാക്കിന അതുപോലെ മറ്റേ ആയത്തിന്റെ അവസാനത്തിൽ സുക്കൂന് വരുന്ന അങ്ങനത്തെ കേസുകളല്ല. നാച്ചുറലി സുക്കൂന് വരണം. അതെ, നാച്ചുറൽ ആയിട്ട് സുക്കൂന് വരുന്നത് ഈ ഒരൊറ്റ വാക്കുകളുള്ളൂ. മറ്റേതൊക്കെ നമ്മള് ഐന്ദൽ വഖഫാണ്. ഒക്കെ അങ്ങനെയാണ്. വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സുക്കൂന് നൽകിയിട്ട് വഖഫ് ചെയ്യാൻ ചെയ്യുന്നത്. അത് മദ് ആരിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ തഹജ്ജ് ഒന്ന് നമുക്ക് നോക്കാം. അൽ ആന എന്നുള്ളത് ഹംസ ഫത്ഹ അലിഫ് മദ് ലാസിം കെലിമി മുഖഫഫ് സിത്ത ഹർകാത്ത് ലാം സുക്കൂൻ. പിന്നെ ആന എന്നുള്ളത് വേറെ. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി എഴുതിക്കോളി. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊരു ഒരു മദ്ദും കൂടി നമ്മൾ പഠിക്കാനുണ്ട്. ആന എന്നുള്ളിടത്തുള്ള ഒരു മദ് നമ്മൾ വേറെ പഠിക്കാനുണ്ട്. മദ് ബദൽ എന്ന് പറഞ്ഞിട്ട് ഒരു മദ് പഠിക്കാനുണ്ട്. സാധാരണഗതിയിൽ പിന്നെ മദ് അക്ഷരത്തിന് ശേഷം ഹംസ വന്നാലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? മദ് എന്ത് ചെയ്യാ? മദ് മുത്തസിലും മുൻഫസിലൊക്കെ വരുന്നത്. ഇവിടെ ഈ കേസിൽ എന്താ വരുന്നത്? ഹംസക്ക് ശേഷമാണ് അലിഫ് മദ് വരുന്നത്. അതിന് മദ് ബദൽ എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ വേറെ പഠിക്കും കേട്ടോ, അത് പിന്നീട് പഠിക്കും. അപ്പൊ അതുകൊണ്ട് അതിപ്പോ നമ്മൾ നോക്കണ്ട. ഞാൻ പറയാം, അവിടെ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്.
ആൽ ആന. ആന എന്നുള്ള ഹംസ ഫത്ത അലിഫ് മദ് ബദൽ മത്തൊബി ഹർക്കത്താൻ എന്നാണ് ആ എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള തഹജി. നമ്മൾ മദ് ബദൽ പഠിക്കാനുണ്ട്, കുറെ മദ്ദുകളുണ്ട് പിന്നെ പഠിക്കാൻ. അതൊക്കെ നിങ്ങൾ പിന്നെ സംശയങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചോളൂ. അതായത് പിന്നീട് നമുക്ക് കാണാം അതിങ്ങനെ മാറ്റുന്നത്. ഓരോന്നോരോന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പല സംശയങ്ങളും വരുന്നതേ. ചിലത് ടോപ്പിക്കുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എടുക്കാന്ന് പറഞ്ഞതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ആൽ ആന എന്നുള്ളത് തഹജി ചെയ്യുന്ന സമയത്ത് ഹംസ ഫത്ഹ അലിഫ് മദ് ലാസിം കലിമി മുഖഫഫ് സിത്ത് ഹർകാത്ത് ലാം സുക്കൂൻ, അല്ലെങ്കിൽ ലാം സുക്കൂൻ, ലാം സാക്കിനെ പറയണ്ട, ലാം സുക്കൂൻ. അത് ലാമിന് സുക്കൂൻ തന്നെയാണ്, അതുകൊണ്ട് ലാം സുക്കൂൻ തന്നെ പറഞ്ഞാൽ മതി. ഹംസ ഫത്ഹ അലിഫ് മദ് ബദൽ മത്തൊബി ഹർക്കത്താൻ നൂൻ ഫത്ഹന ആന. ഓക്കെ, ക്ലിയർ ആണോ? കൂടി പറയാ ആന എന്നുള്ളത്. ആന എന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കാനുള്ളതാണ്. ഹംസ ഫത്ഹ അലിഫ് മദ് ബദൽ മത്തൊബി ഹർക്കത്താൻ എന്നാണ്. അത് എടുക്കാത്തത് കൊണ്ടായിരിക്കില്ലേ അത് പിന്നെ അതെ 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 അത് നമുക്ക് വേറെ തന്നെ വരാണ്ട് കുറെ മദ്ദുകള് ഇനിയും പഠിക്കാണ്ട്. മദ് ബദല്, മദ് സില സുഹറ, മദ് സില കുബറ, പിന്നെ ആരില് വരാണ്ട്, ലീന് വരാനുണ്ട്. ഒരുപാട് മദ്ദുകൾ ഇനി പഠിക്കാനുണ്ട്. മദ് ലീന് പഠിക്കാനുണ്ട്, മദ് ആരില് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അതിന്റെ സമയത്ത് നമുക്ക്. ഇതിന്റെ ഇടയിൽ ഇതന്നെ ഇപ്പൊ ഒരുപാടുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ അതും കൂടി ആയിട്ട് കൺഫ്യൂഷൻ വരണ്ട. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ മദ് ലാസിമിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി വരുന്ന ഹുറൂഫുൽ മുഖത്തആത്താണ്. അത് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒന്നും വരൂല. കാരണം മുഖഫഫും മുസക്കലും നമുക്ക് ഏകദേശം മനസ്സിലായി. എന്താണ് മുസക്കല്, എന്താണ് മുഖഫഫ് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ പിന്നെ അതിന്റെ ഒരു വിഷയം വരൂല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ മുഖഫഫിനെ സംബന്ധിച്ചിട്ട് ഈ ഒരൊറ്റ വാക്കായതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ആൽ ആന എന്നുള്ള ഒറ്റ വാക്കിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷെ മുസക്കൽ അങ്ങനെയല്ല, ഒരുപാട് വാക്കുകൾ വരുന്നുണ്ട്. അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് എഴുതിയത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഖുർആനിൽ കണ്ടെത്താം. നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മദ് ലാസിം കണ്ടു കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് എടുത്തു വെക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾ എഴുതിയെടുത്ത് മാറ്റി വെക്കുന്നൊക്കെ നല്ലതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താ സംശയം ഉണ്ടോ നോക്കൂ. ഇതിപ്പോ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. മദ് ലാസിം കെലിമി, ഫി കെലിമി രണ്ടെണ്ണുണ്ട്, മുസക്കലും മുഖഫഫും. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കൂടി പഠിക്കാനുണ്ട്, ഇപ്പുറത്തെ ഭാഗം. പിന്നെ വരുന്നത് 16, 17, 18 അല്ല 17, 18, 19 ഹാലുകളാണെന്ന് എടുക്കാൻ വിചാരിച്ചത്. സമയം ഇനി അത് തീരുവോന്ന് അറിയില്ല. അതിന്റെ പേരിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 16, 17, 18 ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. എന്താണ് ശദ്ദ തൻവീൻ ബിൽ ഫത, ശദ്ദ തൻവീൻ ബിൽ കസ, ശദ്ദ തൻവീൻ ബിൽ ലൊമ്മയാണ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതിന് ശബ്ദം കൂടി കൂട്ടുന്നേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് വേഗം നമുക്ക് പഠിക്കാനും കഴിയും. ഈ പറഞ്ഞ മദ് ലാസിമിന്റെ ഈ ഒരു പകുതി ഭാഗം ക്ലിയർ ആണോ എന്നൊന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. വൈൻഡപ്പ് ചെയ്യല്ല, കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ പറയുന്നത് പോലെ. അതിന്റെ പെയ്യ വർക്ക് വരാനുണ്ട്. ഓക്കെ ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത് കുറച്ചൊക്കെ ക്ലിയർ ആയിക്കുന്നേ. പക്ഷേ ഒരു എല്ലാം കൂടി കൂടുമ്പോ എന്തോ കൊടുക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന പോലെ. പഠിക്കുന്തോറാണല്ലോ നമ്മളെ അറിവില്ലായ്മ വരുന്നത് അറിയാൻ പോലെ. അല്ല, ഇത് വലിയ പ്രശ്നമില്ല, സിമ്പിൾ അല്ലേ. ഇപ്പൊ നമ്മളൊരു സാധനം എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അത് ഹർഫ്, ഇപ്പൊ ആണെങ്കിൽ ഫത്ഹ മുഫഖമ, പിന്നെ മദ് ലാസിം. അത് കെലിമിയിലാണ് സംഭവിച്ചത്. മുസക്കലാണോ മുഖഫഫാണോ, 6 ഹർക്കാത്താണ്. അങ്ങനെ കണക്ട് ചെയ്ത് പോന്നാൽ മതി. അതായത് പിന്നെ ഹർഫ് അലിഫ് മദ് വന്നു, അതിനുശേഷം ശദ്ദ വന്നു. അപ്പൊ അത് അസാധാരണ മദ്ദായി. ആ മദ് ശദ്ദ വന്നത് കാരണം അത് മദ് ലാസിമാണ്. മദ് ലാസിം ആണെങ്കിൽ അത് കെലിമിയിൽ സംഭവിച്ചുകൊണ്ട് കെലിമിയാണ്. ശദ്ദാണ് കാരണമെങ്കിൽ മുസക്കലാണ്, സുക്കൂൻ ആണെങ്കിൽ മുഖഫഫാണ്. പിന്നെ 6 ഹർക്കാത്താണ്. ശേഷം വരുന്നതിന് പറയാം. ഈ മുസക്കല മുഖഫഫ എന്താ അതിന്റെ മീനിങ്? മുസക്കൽ എന്നുള്ള ഭാരം കൂടിയതെന്നാണ്. ഷദ് ഭാരം കൂടിയതാണല്ലോ, കട്ടി കൂടിയത്.
മുഖഫഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാരം കുറഞ്ഞത് അതന്നെ. അത് ഖഫീഫ് ലഘുവായതെന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ അതിന് ഭാരമില്ലാത്തത് അതന്നെ. വളരെ കനം കുറഞ്ഞത് ഓപ്പോസിറ്റാ അല്ല. മുഫഹമിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ മുഫഹമ വേറെ തന്നെ. അത് മുറക്കയുമാണ്. ഇത് മുഖഫഫാണ്. മറ്റേത് മുഫഹമ. മുഖഫഫ്. മുസക്കലും മുഖഫഫും. ഓക്കെ. അപ്പൊ മദ് ലാസിമ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മദ് ലാസിമ് ഞാൻ പറയാത്ത വാക്കുകൾ കണ്ടെത്തിയിട്ട് അത് നിങ്ങൾ ഗ്രൂപ്പിൽ തഹജ്ജീദ് അയക്കണം.